ഗേൾസ്, വെൽക്കം ബാക്ക് ടു സൈലം. ഏമാണ് നിങ്ങൾ സ്വന്തം വൈഷമിസാണ്. അപ്പോൾ മിസ് ഇന്ന് വന്നിരിക്കുന്നത് മിസ്സിൻ്റെ ഒരുപാട് മക്കൾ ചാറ്റ് ബോക്സിലായിട്ട് നമ്മൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. മിസ് ക്ലാസ് 6ന്റെ സോഷ്യലിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും പറഞ്ഞു തരുമോ എന്നുള്ളത്. ഏറ്റവും ഹൈ ചാൻസ് നമ്മൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരുപാട് മെസ്സേജസ് മിസ്സിന് വന്നിരുന്നു. അപ്പോൾ ആ മെസ്സേജസ് ഒക്കെ മിസ് കണ്ടു, അപ്രൂവ് ചെയ്തു, ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മിസ് ഇതാ ഇപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് സോഷ്യൽ എക്സാമിൽ ഒരു പ്രഡിക്ഷൻ വീഡിയോ ചെയ്യാൻ പോവാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് എക്സാമിന് ഓരോ ചാപ്റ്ററിൽ നിന്നും ഏത് ചോദ്യങ്ങളാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്നുള്ളത് മിസ് ഒന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് 4 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ 4 ചാപ്റ്റേഴ്സിലെ ചോദ്യങ്ങൾ ഏതാണെന്ന് മിസ് ഇവിടെ കൃത്യമായിട്ട് പറയും. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനതൊന്ന് ഷെയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ലൈക്ക് ബട്ടണോടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ ദാറ്റ് മിസ്സും ഹാപ്പി, നിങ്ങളും ഹാപ്പി. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ 4 ചാപ്റ്റേഴ്സിലെയും പ്രധാന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദ്യ പേപ്പറിൽ കാണാൻ പറ്റുന്ന പക്ക ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കാം. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ, ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കാൻ പോവുക. ഒന്നാമത്തത് നമ്മളുടെ സ്റ്റോൺ ഏജ് അല്ലെ, പാലിയോലിത്തിക്, നിയോലിത്തിക് ഏജ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അപ്പൊ ഈ 3 സ്റ്റോൺ ഏജുകളും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചോ. അതിൻ്റെ ഡിഫറൻസ് ഒക്കെ ടേബിളായിട്ട് തന്നിട്ടുണ്ട്, അത് പഠിച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഹ്യൂമൻ എവല്യൂഷൻ്റെ ഘട്ടങ്ങൾ. യെസ്, അതിൻ്റെ സ്റ്റേജസ് ഏതാണെന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. സോ ഹോമിനോയിഡ്, ആ കാര്യങ്ങളൊക്കെ നല്ലോണം, ഹോമോസാപ്പിയൻസ്, അതൊക്കെ കൃത്യമായിട്ട് ഒന്നുകൂടെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക. നല്ല ചോദ്യങ്ങൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. നെക്സ്റ്റ്, വൈ ഡിഡ് ഏർലി ഹ്യൂമൻസ് പ്രിഫർ ടു ലീവ് നിയർ റിവേഴ്സ്, ആദിമ മനുഷ്യർ നദീതീരങ്ങളിൽ ജീവിക്കാൻ ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ്? അഗ്രികൾച്ചറൊക്കെ ആവശ്യമുള്ളത് കൊണ്ടാണ്. ആ പോയിന്റ്സ് ഒക്കെ എഴുതുക. നദീതട സംസ്കാരങ്ങൾ ഉണ്ട് അല്ലേ, നമ്മുടെ സിവിലൈസേഷൻ, ഈജിപ്ത്, ചൈനീസ്, ഹാരപ്പൻ സിവിലൈസേഷൻ ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. അതിലുള്ള ഓരോ കാര്യങ്ങളും മക്കളെ ഫോക്കസ് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ്, പേർപ്പസ് ഓഫ് പിരമിഡ്സ് ഇൻ ഏൻഷ്യന്റ് ഈജിപ്ത്, പ്രാചീന ഈജിപ്തിലെ പിരമിഡുകളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് ഓർത്തു വെക്കുക. ദെൻ തീയുടെ ഉപയോഗം ആദിമ മനുഷ്യരെ എങ്ങനെ സഹായിച്ചിട്ടുണ്ട്, ഈ ഫയർ ഏർലി ഹ്യൂമൻസിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് പഠിച്ചു വെക്കണം. ആൻഡ് ഓൾസോ അന്ന് ക്യൂണിഫോം പോലെയുള്ള ഒരുപാട് സ്ക്രിപ്റ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, ആ സ്ക്രിപ്റ്റുകളും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷനിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഏർലി സ്റ്റേറ്റ്സ് ആണ്. ആദ്യകാല രാഷ്ട്രങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം? ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ഓഫ് ഏതൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, ഇതിന്റെ സവിശേഷതകൾ എന്താണെന്ന്. ഏതൻസ് ഗ്രീക്ക് നഗരരാഷ്ട്രത്തിന്റെ സവിശേഷതകൾ വെരി ഷുവർ ക്വസ്റ്റ്യൻ ആണ്. റോമൻ സാമ്രാജ്യത്തിന്റെ സവിശേഷതകളും അതോടൊപ്പം പഠിക്കണം. റോമൻ എംപയറിന്റെ ഫീച്ചേഴ്സ് കൂടെ പഠിച്ചു വെക്കുക. ആൻഡ് ഓൾസോ ഏതൻസ്, സ്പാർത്തയൊക്കെ ഡയഗ്രാം തന്നിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിന്റെ ഫീച്ചേഴ്സ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പൊ സവിശേഷത കൂടെ പഠിച്ചു വെക്കുക. ദെൻ പേർഷ്യൻ ഭരണ സംവിധാനത്തിന്റെ സവിശേഷതകളും പേർഷ്യൻ സൊറോസ്ട്രിയൻ തത്വചിന്തയും, ഓക്കെ, പേർഷ്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റവും പേർഷ്യൻ സ്വാസ്ട്രിയൻ ഫിലോസഫിയും ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ മഹാജനപദാസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, അതിൻ്റെ വളർച്ചയെ കുറിച്ചിട്ടുള്ള നോട്ട്സ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആൻഡ് മഗധയുടെ വളർച്ചയ്ക്ക് സഹായിച്ച ഘടകങ്ങൾ ഏതാണെന്ന് ചോദിക്കും. ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഗ്രോത്ത് ഓഫ് മഗധ. നെക്സ്റ്റ്, ഹൗ ഡിഡ് മഗധ ഗ്രോ ഇൻ ടു എ പവർഫുൾ മൗര്യ കിങ്ഡം, അത് അങ്ങനെ 2 രീതിയിലും ചോദിക്കാം കേട്ടോ. പിന്നെ ബുദ്ധിസം, ജൈനിസം 2 കോൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ ആശയങ്ങൾ, ഐഡിയാസ് എന്താണെന്നുള്ളത് കൂടെ സെറ്റ് ചെയ്താൽ ഏർലി സ്റ്റേറ്റ്സും സെറ്റാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, ഇനി 3ാമത്തെ ചാപ്റ്റർ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്, രാഷ്ട്രവും ഗവൺമെൻറ്റുമാണ്. ഇതിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പെക്യുലാരിറ്റീസ് ചോദിക്കാം, അതായത് അതിൻ്റെ പ്രത്യേകതകൾ ചോദിക്കാം. പിന്നെ ഗവൺമെൻറ്റിൻ്റെ വിവിധ അവയവങ്ങൾ, അതായത് നമ്മൾ ഓർഗൻസ് എന്ന് പറയും, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, അത് പഠിച്ചു വെക്കണം. പിന്നെ സോവറിറ്റി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സ്റ്റേറ്റ് അല്ലെ, രാഷ്ട്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരമാധികാരം എന്നാൽ എന്ത് എന്നുള്ളത് നല്ല രീതിയിൽ മനസ്സിലാക്കുക. ജനാധിപത്യ ഗവൺമെന്റിന്റെ സവിശേഷതകൾ എന്താണെന്ന് നോക്കണം. യെസ്, അതായത് ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ ഫീച്ചേഴ്സ്. പിന്നെ നോക്കേണ്ടത് സർവീസസ് പ്രൊവൈഡഡ് ബൈ സ്റ്റേറ്റ് ടു ദ പീപ്പിൾ, രാഷ്ട്രം ജനങ്ങൾക്ക് കൊടുത്ത സേവനങ്ങൾ. ഗോത്ര രാഷ്ട്രത്തിൽ നിന്ന് നമ്മൾ രാഷ്ട്രത്തിലേക്ക് മാറിയിട്ടുണ്ടല്ലോ, ആ ഒരു ജേണി. ഫസ്റ്റ് ട്രൈബൽ സ്റ്റേറ്റ് ആയിരുന്നു, പിന്നെ കുറേ മാറി റോമനും അതേപോലെ ഫ്യൂഡൽ സ്റ്റേറ്റ്സ് ഒക്കെ വന്നു. ആ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക.
നെക്സ്റ്റ് സ്റ്റേറ്റും ഗവൺമെന്റും തമ്മിലുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, അവർ തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ ഫാക്ടേഴ്സ് ദാറ്റ് ഫോം എ സ്റ്റേറ്റ്, 4 ഫാക്ടേഴ്സ് ഉണ്ട്: പോപ്പുലേഷൻ, ടെറിട്ടറി, ഒക്കെ ഗവൺമെന്റ്, സോവറിറ്റി. അപ്പോൾ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ആൻഡ് സ്റ്റേറ്റ് ഫോർമേഷൻ്റെ 3 തിയറീസ് സിദ്ധാന്തങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ കാര്യം സെറ്റ് ചെയ്താൽ 3rd ചാപ്റ്ററും നമ്മൾ അടിപൊളിയായി പഠിച്ചു. ഓക്കെ, ഇനി അവസാനത്തെ ചാപ്റ്റർ ആണ് ഫ്രം ദ ഗ്ലോബ് ടു ദ മാപ്പ്, ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക്. അപ്പോൾ ഇവിടെ മാപ്പ് പ്രൊജക്ഷൻസ് നമുക്ക് അധികം പ്രതീക്ഷിക്കാറില്ല, പക്ഷെ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇവിടെ കൂടുതലും നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അതായത് ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ആൻഡ് ഡിഗ്രീസ്. നമ്മുടെ ലാറ്റിറ്റ്യൂഡിനൽ ലൈൻസ് ഏതാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ, കാപ്രിക്കോൺ, അതൊക്കെയല്ലേ. ആർട്ടിക് സർക്കിൾ, അന്റാർട്ടിക് വൃത്തം, അതൊക്കെ നിങ്ങളൊന്ന് കൃത്യമായിട്ട് നോക്കി വെക്കുക. പിന്നെ ഭൂമധ്യരേഖ എന്താണെന്നുള്ളത് പഠിച്ചു വെക്കുക. ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ്, ഒരുപാട് ലൈൻസ് ഉണ്ട്. അത് നമ്മൾ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ, വെസ്റ്റേൺ ഹെമിസ്ഫിയർ, നോർത്തേൺ ഹെമിസ്ഫിയർ, സൗത്തേൺ ഹെമിസ്ഫിയർ ഒക്കെ ആക്കി മാറ്റുന്നു. ഈ 180 ഡിഗ്രി ലൈൻ ഏതാ, 0 ഡിഗ്രി ലൈൻ ഏതാ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. സോ ഇതാണ് 4ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. സോ മക്കൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഓക്കെ, ഇക്വേറ്ററിന്റെ ഡിഗ്രി എത്രയാണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ഐഷമിസിൻ്റെ ഫേവറേറ്റ് ഫ്ലവറിൻ്റെ കൂടെ കമൻറ്റ് ചെയ്തു. ഈ 4 ചാപ്റ്റേഴ്സിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും മിസ് പറഞ്ഞു തന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിൻ്റെ എല്ലാ ആൻസേഴ്സും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. സോ മാക്സിമം എല്ലാവരും ലൈവ് കൂടെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ഇതിനുള്ള സൊല്യൂഷൻസ്, ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, സോ മിസ് ഇതാ ഇവിടെ അടിപൊളിയായിട്ട് തന്നെ നിങ്ങൾക്ക് നാളെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും നോക്കണ്ട, കണ്ണുപൂട്ടി ഇത് പഠിച്ചു വെച്ചോ. ഷുവർ ആണ് എക്സാമിന് ഇത് എന്തായാലും ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ മക്കളെ നിങ്ങൾ മറന്നോ അറിയില്ല, നമ്മുടെ ക്ലാസിക്സിൻ്റെ ഒരു കിഡിലൻ ഓഫർ ഇപ്പം നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല നമ്മുടെ സൈലത്തിൽ. യെസ്, നമ്മുടെ സൈലം ഓണർ ഓഫറിൻ്റെ ഭാഗമായിട്ട് ഇപ്പം 10% ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം കേട്ടോ. നമ്മുടെ ബേസ് പ്ലാൻ, ഇൻഫിനിറ്റി പ്ലാൻ, ഇൻഫിനിറ്റി പ്രോ പ്ലാനിലൊക്കെ ഇപ്പോൾ 10% ഓഫറാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളൊന്ന് ആലോചിക്കണം, നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും, എത്ര സബ്ജക്റ്റ് ഉണ്ട്, ഇത്രയും സബ്ജക്റ്റിൻ്റെ ക്ലാസ്സസ് റെക്കോർഡഡ് ആയിട്ടും ലൈവ് സെഷൻസ് ആയിട്ടും ടെക്സ്റ്റ് കുറേ പഠിക്കാനുണ്ടല്ലേ. സോഷ്യലിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട്. അതേപോലെ ബേസിക് സയൻസ് ഒക്കെ. പക്ഷേ ഇതിൻ്റെയൊക്കെ സിമ്പിൾ നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും നിങ്ങൾക്ക്. ഓരോ ചാപ്റ്റർ വൈസ് ടെസ്റ്റുകൾ, പിന്നെ എന്താണ് അല്ലാത്ത മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഈ ഒരു ബാച്ച് 10% ഓഫറോട് കൂടിയാണ് ഇപ്പോൾ റൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഓഫർ മിസ് ഔട്ട് ചെയ്യാതെ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ 9995400800 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. സോ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ഓഫറിൽ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾ വരാൻ പോകുന്ന ക്രിസ്മസും ആനുവൽ എക്സാമും ഒക്കെ സെറ്റ് ആവാൻ പോവാണ്. സോ മിസ് ഔട്ട് ചെയ്യരുത്. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനോട് ഇതൊന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ഓക്കെ, സോ നത്തിങ് ടു വെറി മക്കളെ, സൂപ്പറായിട്ടിരിക്കുക. എല്ലാം നമ്മൾ പഠിച്ചു, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പോസിറ്റീവായിരിക്കുക. ഇതിൽ നിന്നൊക്കെ തന്നെയാണ് ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത്. നമുക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങണം. എക്സാം കഴിഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം മിസ് ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇക്വേറ്റർ, ഭൂമധ്യരേഖ, അതിൻ്റെ ഡിഗ്രി എന്ത് ചെയ്യുക, മിസ്സിൻ്റെ ഫേവറേറ്റ് ഫ്ലവറോട് കൂടി താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ആൾ ദി വെരി ബെസ്റ്റ്. സൂപ്പർ ആയിരിക്കും. മിസ് എന്തായാലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ഓക്കെ, സോ ബൈ.